പൂക്കോട് വെറ്ററിനറി കോളേജിലെ JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ തുറന്നു പറച്ചിലുമായി കോളേജിലെ ഒരു വിദ്യാർത്ഥി രംഗത്ത്. സിദ്ധാർത്ഥനെ മർദ്ദിച്ച് കൊന്നതാണ്. കൊലപാതകത്തിൽ അവൻ്റെ ബാച്ചുള്ളവർക്കും പങ്കുണ്ട്. ജീവനിൽ ഭയമുള്ളതുകൊണ്ടാണ് ഇതൊന്നും പുറത്തു പറയാത്തെന്ന് വിദ്യാർത്ഥി. നിർണായക ശബ്ദരേഖ 24-ന്. 24 ബിഗ് ബ്രേക്കിംഗ്. എല്ലാവരും കാണാൻ ഹോസ്റ്റലിൽ നടുക്കുവെച്ച് വരുന്നവരും പോകുന്നവരും അവനെ വയറെടുത്തും ബെൽറ്റ് എടുത്തിട്ട് അവനെ തല്ലിയത്. മൃഗീയമായിട്ട് അവനെ തല്ലിയിട്ടുള്ളവര്. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവനെ തല്ലിക്കുന്നത് തന്നെയാണ്. അവന്റെ ബാച്ചിലുള്ളവരും ഇതില് പങ്കുണ്ട്. ഒരാളെ പോലും വെറുതെ വിടരുത്. കൊന്നതാ. അവന്മാര് പുറത്ത് നല്ലവരാന്ന് അഭിനയിച്ചവന്മാരുടെ കഴുകന്മാരെ കാണും മോശം ആൾക്കാർ. നമ്മളുടെ സംശയങ്ങളെല്ലാം ഉറപ്പിക്കുന്നതാണ് വിദ്യാർത്ഥിനിയുടെ ഈ ശബ്ദരേഖ. നിരന്തരം മർദ്ദിച്ച് മരണത്തിലേക്ക് അവനെ കൊണ്ട് എത്തിക്കുകയായിരുന്നു വിദ്യാർത്ഥികൾ എന്ന് വേണം പറയാൻ. ഈ പ്രതികളെല്ലാം തന്നെ കടുത്ത ശിക്ഷ അർഹിക്കുന്നു എന്നതിലേക്കാണ് ഈ ശബ്ദരേഖ നമ്മളോട് സംസാരിക്കുന്നത്. MG പ്രതീഷ് വിശദാംശങ്ങളുമായി ചേരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ഒരുപക്ഷെ പുറം ലോകം ഈ വാർത്ത അറിയാൻ കാരണക്കാരനായത് MG പ്രതീഷാണ്. തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. പ്രതീഷ്, ഒരു ചെറുപ്പക്കാരനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ നരാധമന്മാരുടെ വിവരങ്ങൾ മുഴുവനും പുറംലോകത്ത് എത്തിച്ചതിന് പ്രതീഷിന് നന്ദി. ഒക്കെ ഒരുപക്ഷെ ഈ മാതാപിതാക്കളുടെ തോരാത്ത കണ്ണുനീരിൻ്റെ കാരണക്കാരായ ഇവരെ ഏത് പാർട്ടിയുടെ സംരക്ഷണം ഉണ്ടായാലും നിയമത്തിൻ്റെ മുന്നിൽ അവർ വരിക തന്നെ ചെയ്യണം. നിയമം നൽകുന്ന ഏറ്റവും വലിയ ശിക്ഷ അവർ കൊടുക്കണം എന്ന് മാത്രമല്ല, സാമാന്യ മര്യാദയും നിയമബോധവും നിയമവാഴ്ചയും ഉണ്ടെങ്കിൽ ഇവർ തീർച്ചയായിട്ടും ഇത്തരം ആളുകളെ തള്ളിപ്പറയണം, ഈ കക്ഷി നേതാക്കന്മാർ എന്ന് വേണം നമുക്ക് പറയാൻ. അത്തരമൊരു മാതൃക ഈ നേതാക്കന്മാർ നമ്മുടെ നാട്ടിൽ കാണിച്ചു കൊടുക്കട്ടെ. വെളുത്ത ചിരിയുമായി തെരഞ്ഞെടുപ്പ് കാലത്ത് ഇറങ്ങിയാൽ മാത്രം പോരാ, മനുഷ്യ മനസ്സിൽ ഇടം നേടുന്നവരാണ് തങ്ങളെന്ന് അവർ തെളിയിക്കുക കൂടി വേണം. പറയൂ പ്രതീഷ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. തീർച്ചയായും. കാരണം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സമാനതകളില്ലാത്ത ക്രൂരമായ മർദ്ദനമാണ് 21 വയസ്സുകാരനായ സിദ്ധാർത്ഥ നേരിടേണ്ടി വന്നത്. ഈ കുടുംബം ആദ്യം ഉന്നയിച്ച ആരോപണങ്ങൾ, ഒപ്പം സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ദുരൂഹതകളൊക്കെ തന്നെ ആ ആരോപണങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. കുടുംബം പറഞ്ഞ ആരോപണങ്ങൾ ഓരോന്നും വസ്തുതകളായി മാറുന്ന കാഴ്ചകളാണ് പിന്നീട് ഓരോ ദിവസങ്ങളും കണ്ടത്. കാരണം അത്രത്തോളം ആരും ചെയ്യാത്ത തരത്തിലുള്ള ക്രൂരമായ പ്രവൃത്തികൾ, മർദ്ദനങ്ങളായിരുന്നു സിദ്ധാർത്ഥിന് അവിടെ നേരിടേണ്ടി വന്നത്. ഈ മർദ്ദനങ്ങൾ സിദ്ധാർത്ഥിന് നേരിടേണ്ടി വന്നിട്ടും ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടും ഇതിനെ ന്യായീകരിക്കാൻ പോലും പലരും രംഗത്ത് വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം സിദ്ധാർത്ഥിനെ ക്രൂരമായി പരസ്യ വിചാരണ നടത്തിയെന്ന് 24 ഉൾപ്പെടെ പറയുമ്പോഴും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ഈ വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥികളടക്കം പറഞ്ഞത്. കാരണം അതൊരു മാധ്യമ സൃഷ്ടിയാണെന്ന് കുറെ നാളുകൾക്ക് ശേഷം, അല്ലെങ്കിൽ കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് ഇന്നലെ വിദ്യാർത്ഥികൾ വന്ന് പറയുകയാണ്. പക്ഷേ ആ വാദങ്ങളെല്ലാം, ആ ന്യായീകരണങ്ങളെല്ലാം കള്ളമായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഇപ്പോൾ കേട്ട ഈ ശബ്ദരേഖ. കാരണം ആ ക്യാമ്പസിൽ തന്നെയുള്ള ഒരു വിദ്യാർത്ഥി പറയുകയാണ്, മൃഗീയമായ, അത്രത്തോളം ക്രൂരമായാണ് സിദ്ധാർത്ഥിനെ മർദ്ദിച്ചത്. പട്ടിയെ തല്ലുന്നത് പോലെ സിദ്ധാർത്ഥിനെ തല്ലി എന്നതാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഒപ്പം വരുന്നവരും പോകുന്നവരും സിദ്ധാർത്ഥിനെ ക്രൂരമായി തല്ലി. വയറും ഒപ്പം ബെൽറ്റും ഉപയോഗിച്ചായിരുന്നു സിദ്ധാർത്ഥിനെ മർദ്ദിച്ചത്. ഒരാൾ പോലും ഇതിനു വേണ്ടി പ്രതികരിച്ചില്ല. ആ സിദ്ധാർത്ഥിന്റെ ഏറ്റവും വിഷമകരമായ കാര്യം, സിദ്ധാർത്ഥിന്റെ ബാച്ചിലുള്ളവർക്ക് വരെ ഇതിൽ പങ്കുണ്ട് എന്നതാണ്. കാരണം ഒരുമിച്ച് പഠിക്കുന്ന സഹപാഠികൾ പോലും സിദ്ധാർത്ഥിന് ഒപ്പം നിൽക്കാതെ സിദ്ധാർത്ഥിനെ മർദ്ദിച്ചവർക്കൊപ്പം നിന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മറ്റൊന്ന്, പുറത്ത് നല്ലവരെന്ന് പറഞ്ഞ് അഭിനയിക്കുന്നവർ കഴുകന്മാരെക്കാൾ മോശമെന്നും പറയുന്നുണ്ട്. കാരണം അത്രത്തോളം നീചമായ പ്രവൃത്തി, അത്രത്തോളം അങ്ങനെയുള്ളൊരു സമീപനമാണ് അവിടെ ഉണ്ടായത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ശക്തമായ നടപടി, ശക്തമായ അന്വേഷണം വേണമെന്നതാണ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കാനുള്ളത്. ഈ സിദ്ധാർത്ഥിന്റെ മരണം ആത്മഹത്യയല്ല, കൊലപാതകമെന്ന് കുടുംബം തുടക്കം മുതൽ പറയുന്നുണ്ട്. ഈ പ്രതിപക്ഷ പാർട്ടികളടക്കം ഇക്കാര്യം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇക്കാര്യത്തിൽ നിലവിൽ അന്വേഷണം നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണത്തിൽ തന്നെ സത്യം കണ്ടെത്തട്ടെ എന്ന് മാത്രമേ ആ വിഷയത്തിൽ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ കുടുംബം ആഗ്രഹിക്കുന്ന തരത്തിൽ കൃത്യമായൊരു നീതി സിദ്ധാർത്ഥിന് ലഭിക്കണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം കുടുംബം ഇപ്പോഴും പറയുന്നത് വെറും ദുർബലമായ വകുപ്പുകൾ, അല്ലെങ്കിൽ ദുർബലമായ കുറ്റങ്ങൾ മാത്രമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1-2 വർഷം കഴിഞ്ഞാൽ ഈ പ്രതികൾ പുറത്തുവരും എന്നതാണ് കുടുംബം പറയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു നടപടി, തക്കതായ ശിക്ഷ ഈ പ്രതികൾക്ക് വേണം. അങ്ങനെ അല്ല എങ്കിൽ നിയമ പോരാട്ടം തുടരുമെന്നതാണ് കഴിഞ്ഞ ദിവസവും സിദ്ധാർത്ഥിന്റെ പിതാവ് പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല
മാത്രമല്ല ഇതിൽ വിദ്യാർത്ഥികൾ മാത്രമല്ല പ്രതികൾ, വിദ്യാർത്ഥികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇതിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു ക്രൂരമായ ഒരു പ്രവൃത്തി കൃത്യം ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് പിന്തുണ അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം അവിടെ ഒരുക്കിയതിന് അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അധികാരികൾക്കും ഉത്തരവാദിത്തമുണ്ടെന്നും അവർക്കും ശിക്ഷ നൽകണമെന്നതുമാണ് പ്രധാനമായും കുടുംബം ആരോപിക്കുന്ന കാര്യം. എന്തായാലും നിലവിലെ അന്വേഷണത്തിൽ കുടുംബം കഴിഞ്ഞ ദിവസം തൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ദുർബലമായ വകുപ്പുകൾ ഒഴിവാക്കി ശക്തമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകണമെന്നും സിദ്ധാർത്ഥിന്റേത് ആത്മഹത്യയോ കൊലപാതകമോ എന്ന് സമയബന്ധിതമായി തെളിയിക്കണമെന്നുമാണ് കുടുംബവും ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. SKN. താങ്ക് യു MG പ്രതീഷ്.